2 മന്ത്രിസ്ഥാനമെങ്കിലും വേണമെന്ന ആവശ്യത്തിൽ ഉറച്ച കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം 2 മന്ത്രിസ്ഥാനം തന്നെ തരണമെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശനെ കണ്ട് അറിയിച്ചതായി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവ് മോൻസ് ജോസഫ് പറയുന്നു. കേരള കോൺഗ്രസ് 2 സീറ്റ് വിട്ടുകൊടുത്തതാണ്. അപ്പോൾ 7 സീറ്റിൽ ഇപ്പോൾ വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ 7ഉം 2ഉം 9. ഇതാണ് അവരുടെ കണക്ക്. കേരള കോൺഗ്രസ് പാർട്ടിക്ക് 2 മന്ത്രിസ്ഥാനം ലഭിക്കണമെന്നുള്ള ആവശ്യം പാർട്ടി ഉന്നയിച്ചിട്ടുണ്ട്. ശ്രീ വി ഡി സതീശൻ ജോസഫ് സാറിനെ കാണുന്നതിന് വേണ്ടി സന്ദർശനം നടത്തിയിരുന്നു. അവർ തമ്മിൽ ഇന്നലെ സംസാരിച്ച കൂട്ടത്തിൽ ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. കേരള കോൺഗ്രസ് പാർട്ടിക്ക് 7 MLA-മാരുള്ളപ്പോൾ ഞങ്ങൾ 2 സീറ്റ് കോൺഗ്രസിന് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യുകയും ചെയ്തതാണ്. അപ്പോൾ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും 2 മന്ത്രിസ്ഥാനം എന്നുള്ളത് അർഹതപ്പെട്ടതാണ്. ആ 2 മന്ത്രിസ്ഥാനം ലഭിക്കണമെന്നുള്ളതാണ് പാർട്ടി ഉന്നയിച്ചിട്ടുള്ളത്. റിനു ശ്രീധർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. പറയൂ റിനു. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് 2 മന്ത്രിസ്ഥാനം എന്നുള്ളത് നേരത്തെയുള്ള ആവശ്യമാണ്. ആവശ്യത്തിൽ ഒരു മാറ്റവുമില്ല എന്നുള്ളതാണ്. എന്നാൽ UDF മുന്നോട്ട് വെക്കുന്നത് ഒരു മന്ത്രിയും ഒരു ചീഫ് വിപ്പും എന്നുള്ള ഒരു പദവിയാണ്. പക്ഷേ അത് അംഗീകരിക്കാനില്ല. ആ ഒരു സമവാക്യത്തോട് താല്പര്യമില്ല എന്നുള്ളതാണ് മോൻസ് ജോസഫ് അല്പസമയം മുമ്പ് 24നോട് പറഞ്ഞത്. 2 മന്ത്രിസ്ഥാനം തന്നെ വേണം, അത് വി ഡി സതീശനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യവും അദ്ദേഹം പറയുന്നുണ്ട്. നിലവിൽ 7 സീറ്റുകളിലാണ് വിജയിച്ചത്. 5 MLA-മാർക്ക് ഒരു മന്ത്രി എന്നുള്ളതാണ് UDF ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ നേരത്തെ 9 സീറ്റിൽ മത്സരിച്ച് വിജയിച്ച കേരള കോൺഗ്രസ് 2 സീറ്റ് UDF-ന് വിട്ടു നൽകുന്ന ഒരു സാഹചര്യം. ആ 2 സീറ്റിൽ UDF വിജയിക്കുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഒരു 9ന്റെ വിജയം തന്നെയാണ്, ആ ഒരു പകിട്ട് തന്നെയാണ് കേരള കോൺഗ്രസിനുള്ളത്. അതുകൊണ്ട് തന്നെ 2 മന്ത്രിസ്ഥാനം. പക്ഷേ മന്ത്രിമാർ ആരൊക്കെയാണ് അല്ലെങ്കിൽ വകുപ്പ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തിട്ടില്ല. പ്രധാന വകുപ്പുകൾ തന്നെ വേണം. കാരണം നമുക്കറിയാം ധനകാര്യ വകുപ്പ് അടക്കം കേരള കോൺഗ്രസ് കൈകാര്യം ചെയ്തിരുന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് അത്തരത്തിൽ പ്രാധാന്യമുള്ള ഒരു വകുപ്പ് തന്നെ ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് അല്ലെങ്കിൽ വി ഡി സതീശൻ തന്നെ ധനകാര്യ വകുപ്പ് ഏറ്റെടുക്കുമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മറ്റു പ്രധാന വകുപ്പുകളിലേക്ക് കേരള കോൺഗ്രസിനെ പരിഗണിക്കണമെന്നുള്ള ഒരു ആവശ്യം കൂടിയാണ് മോൻസ് ജോസഫ് മുന്നോട്ട് വെക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.